നബീസു കേസ് നമ്മൾ ജയിച്ച് നീ പഞ്ചായത്ത് കലക്കി കുറച്ച് സർവത്തെട്. ആ നബീസ, മാളവിക എവിടെ? എടീ, എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ? കേസ് നമ്മൾ ജയിച്ചു. എന്റെ അച്ഛൻ തോറ്റു അല്ലേ? കണ്ട കണ്ട തന്റെയും ബന്ധുക്കൾ ഇപ്പോഴും മറക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായില്ലേ? ഇതാണ് രക്തബന്ധം എന്ന് വെച്ചാല്. ഇത്രയും കാലം നിന്റെ മനസ്സിൽ ഞാൻ തോക്കണമെന്നായിരുന്നു പ്രാർത്ഥന. ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പോന്ന ശേഷം അവിടെ പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പിന്നെന്തിനാ വക്കാലത്ത് ഒപ്പിട്ട് തന്നതും കേസ് നടത്താൻ സമ്മതിച്ചതും? അത് ഇവിടുത്തെ ഒരു തീരുമാനത്തിനും എതിര് നിന്ന് ശീലമില്ലാത്തത് കൊണ്ട്. ഇപ്പൊ തന്നെ 7 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുണ്ടല്ലോ, പിന്നെന്തിനാ കൊട്ടാരത്തിൽ നിന്നും പിടിച്ചു വാങ്ങുന്നത്? നമുക്ക് ഒരൊറ്റ മോനല്ലേ ഉള്ളൂ. എന്റെ ഈ കാലിന് വില പറയുകയാണ് ഞാൻ. നിന്നെ സ്നേഹിച്ച കുറ്റത്തിന് എന്റെ ഈ കാല് തല്ലി ഓടിക്കുമ്പോ അരുതേ അരുതേ എന്ന് ഞാൻ കേണപേക്ഷിച്ചു. അന്ന് കൊട്ടാരം തമ്പുരാക്കന്മാരുടെ ഒന്നും കണ്ണിൽ ചോര ലവലേശം പോലും ഇല്ലായിരുന്നു. ആ കൊട്ടാരത്തിന്റെ അടിത്തറ കൂടി ഈ മുറ്റത്തെത്തിയാൽ അന്ന് ഈ കണക്ക് ഞാൻ തീർക്കും. അതുവരെ അവസാനിക്കില്ലൊന്നും. നിന്റെ കൈയും പിടിച്ച് അന്ന് ഞാൻ ഈ മുറ്റത്ത് വന്ന് കയറുമ്പോ സമുദായ പ്രമാണിമാർ പറഞ്ഞു നിന്നെ ഇസ്ലാമാക്കണമെന്ന്. ഞാൻ നിന്നെ നിർബന്ധിച്ചോ? എന്നെങ്കിലും നീ അമ്പലത്തിൽ പോണത് ഞാൻ തടഞ്ഞിട്ടുണ്ടോ? തിരുവാതിരയും വിഷുവും ദീപാവലിയും നമ്മൾ ഒന്നിച്ചല്ലേ ആഘോഷിക്കാറ്? ഞാനൊന്നും മറന്നിട്ടില്ല. ഒന്നും മറക്കാതിരിക്കാനാ പറയുന്നത്. കോടതി വിധി പ്രകാരം കിട്ടിയ സ്വത്ത് എനിക്കും എന്റെ മകനും അനുഭവിക്കാനല്ല, അപമാനിക്കാനാ. കൊട്ടാരക്കെട്ടിലെ തമ്പുരാക്കന്മാരെ അപമാനിക്കാൻ മാത്രം എനിക്ക് നിന്നോട് പറയാൻ ഒന്നേ ഉള്ളൂ. തടയരുത്.